വയനാട് ദുരന്തമുണ്ടായിട്ടിത് മൂന്നാം പക്കം. നിലമ്പൂർ പ്രദേശത്ത് ഇന്ന് രാവിലെയും 2 മൃതദേഹങ്ങൾ കിട്ടുകയും അത് രണ്ടും കിട്ടിയതായിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ചുങ്കത്ര സമീപത്തുള്ള പൂക്കോട്ടുമണ്ണ എന്ന് പറയുന്ന സ്ഥലത്തെ പുഴ തീരത്താണ് ഇപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുമായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ വരുമ്പോൾ ബോഡി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. 2 ബോഡിയും എടുത്തുകൊണ്ട് നിലമ്പൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. അതിൽ ഒരു ബോഡിക്ക് ശരീരത്തിൻ്റെ വയറിൻ്റെ മുകൾ വശം മാത്രമേ ഉള്ളൂ, മറ്റൊന്ന് അരയ്ക്ക് താഴെ. രണ്ടും 2 മൃതദേഹങ്ങൾ തന്നെയായിരുന്നു എന്നാണ് ഇവിടുത്തെ ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെ വെച്ച് തന്നെയാണ് വേറെയും 2 മൃതദേഹങ്ങൾ മുൻപ് കിട്ടിയത്. ഇന്നലെ ഇവിടെ വെച്ച കൈയും കാലും സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ ഇടയായി എന്ന് നാട്ടുകാർ പറയുന്നു. നമുക്ക് ഇവരിൽ നിന്ന് ഈ വിവരങ്ങളെ കൂടുതലായിട്ട് ശേഖരിക്കാം. ചേട്ടാ, ഞാൻ രാവിലെ ഇവിടെ വരുമ്പോൾ ഒരു കാലിൻ്റെ ഒരു പാവം കണ്ടു. അത് കണ്ടപ്പോൾ ഇവിടുത്തെ അയൽവാസികളെയൊക്കെ വിളിച്ചു. അപ്പോൾ അവർ ഓടി വന്നു. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് നേരം അത് തടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആംബുലൻസിനെ വിളിച്ചു. ആംബുലൻസ് ഇവിടെ വന്നു, വേറെ കുറേ ആൾക്കാരും കൂടി വന്ന് അത് എടുത്തിട്ട് പോയി. അത് കഴിഞ്ഞ് തൊട്ട് സകല മുകളിലായിട്ട് റെഗുലർ കമ്പിൻ്റെ പാലത്തിൻ്റെ സൈഡിൽ വേറെ ഒരു ശവം പൊന്തിയിരിക്കുന്നുണ്ട്. അത് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ആൾക്കാരെല്ലാം കൂടി വന്നു കഴിഞ്ഞ് അത് ഞങ്ങൾ അതിനെ എടുത്ത് പിന്നെ ആംബുലൻസ് കയറ്റി ഞങ്ങൾ കൊണ്ടുപോയി. പിന്നെ വേറെ പല ആൾക്കാരും ഉണ്ടായിരുന്നു ഇവിടെ, അയൽവാസികളും ഉണ്ട്. അവിടുന്ന് ഒഴുകിപ്പോന്നു, താഴോട്ട് ഒഴുകിപ്പോന്നു, പാലത്തിൽ നിന്ന് ഒഴുകിപ്പോന്നു. അത് പൂക്കോട്ടുമണ്ണ പഴയ കടവ്. മെനിങ്ങാന്ന് 2 കിട്ടി, ഇന്ന് 1 കിട്ടി. ഇന്ന് രാവിലെ കിട്ടിയത് ഒരു കാല് ഭാവം കിട്ടി. രണ്ടാമത് ഒഴുകി വന്നത് കാലിന്റെ മേൽഭാവം തലയോട് കൂടിയ ഒരെണ്ണം വന്നത്. ഈ നാട്ടുകാരെല്ലാം വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ജാഗ്രതയോടെ കഴിക്കുന്നത്. വയനാട്ടിൽ നിന്ന് വരുന്നത്. പക്ഷെ അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതും ഇതേപോലെ കൈയും കാലും ഒക്കെ വരുമ്പോൾ അതൊരു വലിയ പുസ്തകമാണ്. ഇന്നലെ ഞങ്ങൾ വയനാട്ടിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ കണ്ട കാഴ്ചകളൊക്കെ വളരെ ഹൃദയഭേദകമാണ്. അപ്പൊ ഇവിടുന്ന് ഇന്നലെ 73 മൃതശരീരങ്ങളാണ് വയനാട്ടിലേക്ക് ഇന്നലെ കൊണ്ടുപോയിരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ വാർത്തയിലുണ്ടായിരുന്നു. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ചങ്ക് തകർന്നു പോകും. അത്രമാത്രമുള്ള വേദനീയമായ അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഇന്ന് രാവിലെ 2 ബോഡികൾ റെസ്ക്യൂ ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മളോടൊപ്പം നിൽക്കുന്നതായിട്ടുള്ള കേരള ഡിഫൻസ് ഫോഴ്സിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിലുള്ള ആളുകൾ. അപ്പോൾ അവർ അതിൻ്റെ അനുഭവങ്ങൾ ഒന്ന് പറയും. ഇതുവരെ നിങ്ങളിവിടെ ചെയ്ത സേവനങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ സൂചിപ്പാറ തൊട്ടിട്ട് റിവറിന്റെ 2 ഭാഗങ്ങളും പിന്നെ ടീമായിട്ട് തിരിച്ചിട്ട് പാലക്കാട് റീജിയണൽ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നലെ നമുക്കൊരു ബോഡി പാർട്സ് ആ കൈപ്പിനി പാലത്തിന്റെ അടുത്ത് ഒരു ബോഡി പാർട്സ് കിട്ടി. അത് നമ്മൾ അവിടെ പോലീസ് ഏൽപ്പിക്കുകയും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഇത് കണ്ടില്ലേ, മരം അടിഞ്ഞു കൊടുക്കുന്നു. അതിന്റെ ബ്ലോക്ക് ഒഴിവാക്കിയിട്ട് ഇന്നലെ വൈകുന്നേരം രാത്രി 7 മണി വരെ രണ്ട് ഇത് ഒന്ന് പിന്നെ ട്രോമ കെയർ യൂണിറ്റും നമ്മളും കൂടി ചേർന്നിട്ടാണ്, സിവിൽ ഡിഫൻസും ചേർന്നിട്ടാണ് അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റോപ്പ് ഇറക്കുന്നതിനെടുക്കുകയാണ്. ഈ ബോഡി ഒരു മൃഗത്തിന്റെ ബോഡിയാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഏതെങ്കിലും മൃഗത്തിന്റെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ തലമുടി കണ്ടു. അങ്ങനെ താഴത്തെ ബോട്ട് ഡിങ്കിയായിട്ട് ഒന്ന് പശു തന്നെ നമ്മൾ അവിടേക്ക് അപ്രോച്ച് ചെയ്ത് നല്ല ഒഴുക്ക് കാരണം അങ്ങോട്ട് കയറ് കെട്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് അപ്പുറത്തേക്ക് എത്തിയത്. എന്നിട്ട് പാലത്തിന്റെ അപ്പോളിയിലേക്ക് എത്താനും നല്ല ശക്തമായ ഒഴുക്ക്. അപ്പൊ മരത്തിന്റെ പാലത്തിന്റെ അടി കിടക്കുന്ന മരങ്ങളുടെ സഹായത്താൽ അവിടെ നീന്തി ചെന്ന് കരയിൽ അത് എടുക്കാൻ നേരത്ത് അത് ഇളകുപോയി. മരം ഇളകുന്നതിനനുസരിച്ച് അത് ഇളകിയിട്ട് ഒഴുക്കിൽപ്പെട്ട് ഒരു 200 മീറ്റർ താഴേക്ക് ഡൗൺ സ്ട്രീമിലേക്ക് പോവുകയും അവിടെ തന്നെ നമ്മൾ ഡിങ്കി തിരിച്ച് അതിന് കണക്കായിട്ട് തുടഞ്ഞ് എത്തുമ്പോഴത്തേക്ക് അത് കരക്കിലേക്ക് അങ്ങനെ ആ ടേണിംഗ് പോയിന്റ് ഉണ്ട്. ആ ടേണിംഗ് പോയിന്റ് റീജിയണൽ ഫയർ ഓഫീസർ ആണ് കണക്കുകൾ. ഞാൻ ഇന്നലെയായിരുന്നു വന്നിരുന്നത് മഞ്ചേരി സ്റ്റേഷനിൽ നിന്ന്. മൊത്തത്തിലുള്ള കണക്ക് നമ്മളോടുകൂടെ ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിത്തം വഹിക്കുന്ന മിസ്റ്റർ
വിശ്വലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം നേപ്പാൾ സ്വദേശിയാണ്. ഹിമാലയത്തിൽ കയറുന്ന ആളുകളെയൊക്കെ സഹായിക്കുന്ന സർപഞ്ച് വിഭാഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സ്നേഹിതനും. ഇവിടെ ഇന്നലെ ബോഡികൾ എടുക്കാനായിട്ട്, മൃതശരീരങ്ങൾ എടുക്കാൻ ചാലിയാർ പുഴയിൽ റെസ്ക്യൂ ടീമിനെ സഹായിക്കാനായിട്ട് സജീവമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. 3-4 മണിക്കൂർ പുഴ നീന്തുകയും റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. വിശ്വൽ, എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? മലയാളം അറിയാമോ? കുറച്ച് അറിയാം സാർ. എന്ത് തോന്നുന്നു ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോൾ? ഭയങ്കര സങ്കടം. ഇവിടെ ദാസ്തി പോകും, ആ സൈഡ് മേ ദാസ്തി പ്രോബ്ലം, റിക്സ്. ആ സ്ഥലത്താണ് കൂടുതൽ പ്രശ്നങ്ങളുള്ളത് അല്ലേ? ഓക്കെ. ദുരന്തമുഖത്ത് എല്ലാ സമയത്തും ചില സുമനസ്സുകളുടെ സഹായമാണ് സമൂഹത്തെ ആശ്വസിപ്പിക്കുകയും അവരെ രക്ഷാപ്രവർത്തനങ്ങളിലൂടെ എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പല വോളണ്ടിയേഴ്സ് പല മേഖലകളിൽ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം വളരെ സമൃദ്ധമായി തന്നെ നിലനിൽക്കുവാൻ ഇടയാകുന്നത്. അതിലൊരു പ്രധാന ടീമാണ് ട്രോമ കെയർ. നിലമ്പൂർ മേഖലയുടെ അഭിമാന ഭാജകങ്ങളാണവർ. അവർ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമായി മുൻകാലങ്ങളിലും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇന്ന് മുണ്ടേരി മുതൽ നിലമ്പൂർ വരെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി രാപ്പകൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം യോദ്ധാക്കളാണ്. പൂക്കോട്ടുമണ്ണ ഈ പുഴക്കടവിൽ അവർ ചെയ്ത സേവനങ്ങൾ, അവർ നിമിത്തം ഇവിടെ ഉണ്ടായ നന്മകൾ, ആ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് അവരിൽ നിന്ന് തന്നെ കേൾക്കാം. പ്രത്യേകിച്ച് പുഴയുടെ സുഗമമായ ഒഴുക്കിന് വേണ്ടിയിട്ട്, വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടി പാലങ്ങളിലും മറ്റും വന്ന് അടിയുന്നതായിട്ടുള്ള മരങ്ങൾ വളരെ റിസ്ക് എടുത്ത് അത് കട്ട് ചെയ്ത് മാറ്റുക മാത്രമല്ല, മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ അതിലേക്ക് ഇറങ്ങി, നദിയിലേക്ക് ഇറങ്ങി അത് കരയ്ക്ക് അടുപ്പിക്കാനും അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒക്കെ രാപ്പകൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം യോദ്ധാക്കൾ നമ്മളോടൊപ്പമുണ്ട്. അവരിൽ നിന്ന് നമുക്ക് കേൾക്കാം. നമസ്കാരം. ഈ ചൂരൽമലയിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നറിഞ്ഞ ആ സമയം മുതൽ ഏതാണ്ട് വെളുപ്പിന് 2 മണിയോടുകൂടി തന്നെ ഈ പ്രദേശത്ത് അറിയുകയും 2 മണിക്ക് ശേഷം ഞങ്ങളുടെ ചാലിയാറിന്റെ ഭാഗങ്ങളിലുള്ള വീടുകൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന നമ്മുടെ ട്രോമാ കെയറിന്റെ ആളുകൾ ആ സമയം മുതൽ തന്നെ വീടുകളിലെ സാധനങ്ങൾ മറ്റും മാറ്റുന്നതിന് വേണ്ടി അന്നേരം മുതൽ വളരെ കഠിന അധ്വാനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം ആ സമയത്ത് തുടങ്ങിയ പ്രവർത്തനം ഏതാണ്ട് ഈ സമയമായിട്ടും ഞങ്ങൾ നിർത്തിയിട്ടില്ല, തുടരുകയാണ്. ഇന്നും നിങ്ങൾക്ക് കാണാം, ഈ പുറകിൽ കാണുന്ന ഈ ഷട്ടറിന് അടിവശത്ത് കൂടിയിരിക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുക എന്ന കഠിനമായ ഒരു വേലയിലേക്കാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ മഞ്ചേരി യൂണിറ്റിൽ നിന്ന് മുതൽ ഏതാണ്ട് പോത്തുകല്ല് വരെയുള്ള ഒരുപാട് യൂണിറ്റുകൾ ഇന്ന് ഇപ്പോൾ തന്നെ ഇവിടെ അരീക്കോട്, വടക്കാഞ്ചേരി, എടക്കര, പോത്തുകല്ല്, പെരിന്തൽമണ്ണ, മഞ്ചേരി തുടങ്ങി മലപ്പുറം ജില്ലാ ട്രോമാക്കാരന്റെ എല്ലാ യൂണിറ്റുകളും കൈകോർത്തുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, മുണ്ടേരി മുതൽ ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ മുണ്ടേരിയിൽ വളരെ അധികം തടികളൊക്കെ വന്ന് കൂടിയിരിക്കുന്ന വാണിയമ്പുഴ ഭാഗത്ത് വളരെ നേരം രാവിലെ മുതൽ ഞങ്ങൾ മരങ്ങൾ മുറിച്ചു മാറ്റുകയും ബോഡി തിരയുകയും എല്ലാം ചെയ്തു. കിട്ടുന്ന കാര്യങ്ങൾ അന്നേരം പോലീസുമായും പഞ്ചായത്ത് അധികൃതരുമായി ചേർന്നുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിലുള്ള എല്ലാ വാളണ്ടിയർമാരും അവരുടെ എല്ലാ ജോലികളും മാറ്റിവെച്ച് യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെയാണ് രാവിലെ മുതൽ രാത്രി വരെ, തുടർന്ന് പിറ്റേ ദിവസം വീണ്ടും അങ്ങനെ ഈ 3-ാം ദിവസത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുന്നത്. വളരെ വലിയ ദുഃഖമുള്ള ഒരു കാഴ്ചകളാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പൊ തന്നെ ഈ പാലത്തിന് താഴെവശത്ത് വെച്ച് മിനിഞ്ഞാന്നൊക്കെ തന്നെ ഞങ്ങൾ വന്ന് ഇന്നലെയുമൊക്കെ എടുത്തത് കൈകൾ, കാലുകൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ, ബോഡികളൊക്കെ കിട്ടുമ്പോൾ വളരെ സങ്കടത്തോടെ ആണെങ്കിലും ഞങ്ങൾ അതെല്ലാം എടുത്ത് വേണ്ടുന്ന രീതിയിൽ ആശുപത്രികളിൽ ഞങ്ങളുടെ ആംബുലൻസുകളും ഉണ്ട്, മറ്റ് ആംബുലൻസുകൾ, ഫയർഫോഴ്സിന്റെ സംവിധാനങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. എല്ലാവരുടെ ഒപ്പം ഞങ്ങളും സഹകരിച്ച് വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഇത് ചെയ്യുന്നു. വളരെ സങ്കടമുണ്ട്. എങ്കിലും നമ്മുടെ നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന ഒരുക്കത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ നീല യൂണിഫോം അണിഞ്ഞുകൊണ്ട് ട്രോമാ കെയർ എന്ന ഈ സംവിധാനത്തിന്റെ കീഴിലാണെങ്കിലും സേവനത്തിനായി ഇറങ്ങിയിരിക്കുന്നത്. ദുരന്തമുഖത്ത് സർക്കാരിന്റെ ക്രിയാത്മകമായ ഇടപെടലുകളാണ് പലപ്പോഴും പല കാഷ്വാലിറ്റീസും കുറയ്ക്കാൻ ഇടയായിത്തീരുന്നത്. മലപ്പുറം ജില്ലയുടെ സാരഥ്യം വഹിക്കുന്ന ബഹുമാന്യനായ കലക്ടർ സാർ നമ്മളോടൊപ്പം മുണ്ടേരി കൃഷി ഫാമിന്റെ അടുക്കലായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഡെഡ് ബോഡീസൊക്കെ വരികയും ഇവിടെ വെച്ചാണ് ഇപ്പോൾ സെർച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറ് നമ്മളോട് സംസാരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ സെർച്ച് ആരംഭിച്ചു.
ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, പോലീസ്, NDRF, മറ്റ് വോളണ്ടറി ഓർഗനൈസേഷൻസ് എല്ലാവരും ചേർന്നുള്ളൊരു സെർച്ചാണ് നടത്തുന്നത്. വിപുലമായിട്ടുള്ള സെർച്ച് റിവറിൻ്റെ 2 സൈഡുകളിലും കൂടെ സെർച്ച് നടത്തുന്നുണ്ട്. 8 കിലോമീറ്റർ ഇൻസൈഡ് സെർച്ച് നടത്തേണ്ടി വരും റിവറിൻ്റെ 2 സൈഡിലൂടെ. അതോടൊപ്പം തന്നെ റിവറിന് ടേണിംഗ് ഉള്ള ഭാഗത്ത് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ പൂർണ്ണമായിട്ടും സെർച്ച് ഓപ്പറേഷൻസ് ഇന്ന് നടത്തി ഇന്ന് തന്നെ അവസാനിപ്പിക്കാനുള്ള പ്ലാനാണ്. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് സാറ്. ഈ നിലമ്പൂർ മേഖലയിൽ മൊത്തം നമുക്ക് എത്ര ബോഡീസ് ഇതുവരെ കിട്ടിയിട്ടുണ്ട് ഈ 3 ദിവസങ്ങൾക്കുള്ളിൽ? നമുക്ക് ഫുൾ ബോഡിയായിട്ട് 52 ബോഡിയും 40ഓളം ബോഡി പാർട്സും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഈ പ്രദേശത്തുള്ള ആരെങ്കിലും, അതായത് നമ്മുടെ ഈ ജില്ലയിൽപ്പെട്ട ആരെങ്കിലും ഇതിനകത്ത് കാഷ്വാലിറ്റി പെട്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, നമ്മുടെ ജില്ലയിലുള്ള മലപ്പുറം ജില്ലയിലുള്ള ആരും കാഷ്വാലിറ്റി പെട്ടതായിട്ട് റിപ്പോർട്ടുകളില്ല. ഇപ്പം നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ വോളണ്ടിയേഴ്സായിട്ടും വയനാട് പ്രദേശങ്ങളിൽ ഇന്നലെ ഞങ്ങൾ ചെന്നപ്പോൾ കാണാനിടയായിത്തീർന്നു. സാറിൻ്റെ ശുഷ്കാന്തിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. ഗുഡ്നസ്സിന് വേണ്ടിയിട്ട് ജോൺസൺ തേക്കടിലച്ചൻ. വയനാട് ജില്ലയുടെ തൊട്ട് താഴെ കിടക്കുന്ന സ്ഥലമാണ് മുണ്ടേരി പ്രദേശം. മലപ്പുറം ജില്ലയിലാണെങ്കിലും മുണ്ടേരി വയനാടിൻ്റെ ഏറ്റവും മാറിടത്തിൽ തന്നെയുള്ള മനോഹരമായ ഒരു ഭൂപ്രദേശമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വിത്ത് കൃഷിത്തോട്ടം എന്നറിയപ്പെടുന്ന മുണ്ടേരി കൃഷി ഫാമിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ചാലിയാർ പുഴയുടെ ഉത്ഭവസ്ഥാനത്തിൻ്റെ പ്രധാന സ്ഥായിയായിട്ടുള്ള ഭാഗത്താണ് ഇന്നലെ ധാരാളം മൃതശരീരങ്ങൾ ഈ പ്രിയപ്പെട്ടവർ, ഈ നാട്ടുകാർ, സുമനസ്സുകളായിട്ടുള്ള ചെറുപ്പക്കാർ ഇന്നലെ കണ്ടെടുത്തത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ നമ്മളോട് സംസാരിക്കും. ഇന്നലെ ഞങ്ങൾ വയനാട്ടിൽ ചെന്ന സമയത്ത് അവിടെ കണ്ട കാഴ്ചകളെ പോലെ തന്നെ ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്നലെ മൃതശരീരങ്ങൾ ഇവിടെ കണ്ടെത്തിയപ്പോൾ ഇവർക്കുമുണ്ടായതെന്നുള്ള ആ വാർത്തയാണ് നമ്മൾ കേൾക്കാൻ കഴിഞ്ഞത്. അവരിപ്പോൾ നമ്മളോട് സംസാരിക്കും. അതായത് ഇന്നലെ ഞങ്ങളൊരു 42 പേരോളം നമ്മളിവിടുന്ന് ഇത് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിരുന്നു. പിന്നെ അതേമാതിരി ഒരു 8 പേര് അത് കാളിയാവ് ഭാഗത്തുനിന്ന് നമ്മളെ കൂടെ വന്നിരുന്നു. ഞങ്ങൾ ഒരു 7:30 മണി 8 മണി ആയപ്പോൾ പൊയന്റെ പക്കത്ത് പോയി അവിടുന്ന് ചാടി തുരുത്ത് കയറി അവിടുന്ന് നമുക്കൊരു 6 ബോഡി നമുക്ക് കിട്ടി. പിന്നെ അവിടുന്ന് ഒരു 8 കിലോമീറ്ററോളം മേലേക്ക് പോയിട്ട് അവിടുന്ന് കിട്ടി 4 ബോഡിയോളം നമുക്ക്. അങ്ങനെ അവിടെ ഫുള്ള് ഞങ്ങൾ ഇന്നലെ തെരഞ്ഞിക്കണേ. ഇന്നിപ്പോ ഇനി എന്താ വെച്ചാൽ ഇന്ന് ഒരുപാട് ആൾക്കാർ തിരയാൻ പോയിക്കണേ. ഇന്ന് നമ്മൾ പോയോടത്ത് കൂടെ തെരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബോഡി കിട്ടാൻ സാധ്യതയല്ല. അതായത് ചാലിയാർ പോയും അതുപോലെ തന്നെ കലക്കംപോയും ചേരുന്ന സ്ഥലം വരെ ഞങ്ങൾ ഇന്ന് പോയിക്കണ്. ഇനി ആ ചാലിയാറിന്റെ കലക്കംപോയ കടന്ന് ചാലിയാറിന്റെ ആ സൈഡിൽ കൂടെ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ഇനിയും അവിടെ ബോഡി ഉണ്ട്. അവിടെ അതുപോലെ തന്നെ തുരുത്തുകളും കാര്യങ്ങളും അവിടെ ഉണ്ട്. ആ തുരുത്തിലൊക്കെ ഇതേമാതിരി മൃതദേഹം കിടക്കുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ അവിടെ പോയിട്ടേ കാര്യമുള്ളൂ. അതായത് ഇവിടുന്ന് ഒരു ഷെഫീക്ക് 7 കിലോമീറ്റർ ഉണ്ടാവില്ലേ, 7 കിലോമീറ്റർ 8 കിലോമീറ്ററോളം കലക്കംപോയിന്റെ അവിടെ ഉണ്ട്. അപ്പൊ അവിടം വരെ എന്ത് ചെയ്യണം, അവിടുന്ന് അങ്ങോട്ടാണ് ഇനി തെരയല് ചെല്ലേണ്ടത്. ഇവിടെ പുഴയിൽ വെള്ളം കൂടിയത് കൊണ്ടാണോ നിങ്ങൾക്ക് പോകാൻ കഴിയാത്തത്? അതോ അല്ല, അതായത് ഇന്നലെ ഇവിടെ നമ്മള് ചാലിയാർ ചാടിങ്ങാണ്ട് അങ്ങോട്ട് പോയത്. ഇന്നലെ അവിടെ പോയപ്പോ അവിടെ കലക്കംപോയിൽ കുറച്ച് വെള്ളം കലങ്ങി വന്നു. പിന്നെ കുറച്ച് ഈവനിങ് ആയിരുന്നു. അപ്പൊ പിന്നെ നമ്മള് ആ സമയം ആയതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് തിരിച്ചു പോരേണ്ടി വന്നത്. പിന്നെ നമ്മൾ പോയത് കുറച്ച് പേരുള്ളൂ അവിടേക്ക് പോയപ്പോ ഒരു 15ഓളം ആൾക്കാർ. നിങ്ങൾ എല്ലാവരും കൂടെ പോകാനായിട്ടുള്ള റെഡി ആയിട്ട് നിൽക്കുകയാണോ? ഇന്നലെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ ആ ഒരു സമയമാകുമ്പോൾ അക്കരെ വെള്ളം കൂടുതലായതുകൊണ്ട് ഇവര് ചാടി നീന്തിയാണ് കയറിയത്. അപ്പൊ നീന്താൻ പറ്റുന്ന ആ വെള്ളത്തിൽ നീന്താൻ പറ്റുന്ന ആളുകളാണ് ഇന്നലെ അക്കരക്ക് ചാടിയതുള്ളൂ. അപ്പൊ മാക്സിമം അവിടെ അവരെ കൊണ്ട് കഴിയുന്നത് കവർ ചെയ്തു. പിന്നെ അത്രയും രാവിലെ പോയതല്ലേ, അപ്പൊ അതിന്റെ ഒരു ടയർഡായപ്പോൾ അവര് തിരിച്ചു വന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു സമയം ഇതുണ്ടല്ലോ, ഒരു പരിധി വിട്ട് കഴിഞ്ഞാല് സന്ധ്യ ആയി കഴിഞ്ഞാൽ ഇന്നലത്തെ കാലാവസ്ഥയെക്കാളും ബെറ്റർ ആണോ ഇന്നത്തെ കാലാവസ്ഥ? ഇന്ന് കാലാവസ്ഥ ബെറ്റർ ആണ്. അപ്പൊ ഞങ്ങള് ഈ നാട്ടുകാരാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ തമ്പുരാട്ടിക്കല്ലിന്റെ ഫ്ലെയിം ക്ലബ്ബും അതേപോലെ മുണ്ടേരി ജുവൻസ് ക്ലബ്ബും കൂടെ ഞങ്ങൾ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് യുവാക്കൾ പോയി. അതുപോലെ കാളിയാവ് അഞ്ചച്ചോടി എന്നുള്ള ഒരു 10 പേര് വന്നിരുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പോഴും ബോഡികൾ വന്നു? ബോഡി മേലെ കിടക്കുന്നുണ്ട് മാക്സിമം, അത് നമുക്കറിയാം. പിന്നെ മേള ഉള്ളതാണ്. അപ്പൊ അതുപോലെ ഇനി വരുന്ന ആളുകൾ നമുക്ക് ഈ തരാൻ വരുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് അവരോടുള്ള റിക്വസ്റ്റ്, വെറുതെ കാഴ്ചക്കാരായി വരാതെ ഇത്രയും, അതായത് 8-9 കിലോമീറ്റർ, അതല്ലെങ്കിൽ ഇപ്പം മേൾക്ക് 20 കിലോമീറ്റർ ഉണ്ടെന്ന്, ഇത്ര കിലോമീറ്ററുകൾ നടന്ന് അവിടെ പോകാനും അതുപോലെ ഈ പുഴ നീന്താനും ഇത്ര റിസ്ക് എടുക്കാൻ പറ്റുന്ന ആളുകൾ വരിക, അല്ലാതെ വെറുതെ കാഴ്ചക്കാരായി വന്ന് പോയിട്ട് കാര്യമല്ല. ഓക്കെ, നമുക്ക് നിങ്ങളിപ്പോൾ പോലീസ് മേധാവികളുമായിട്ടും അതേപോലെ തന്നെ ഇവിടെ ജില്ലാ കളക്ടറുമായിട്ടൊക്കെ സംസാരിച്ചു ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം അവർ ഇവിടെ വന്നിരുന്നല്ലോ. അപ്പോൾ അവര് നമ്മുടെ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞു? പൂരക സപ്പോർട്ട് എന്നെ രാവിലെ തന്നെ ഞാൻ മുപ്പരേറ്റ് സംസാരിച്ചിരുന്നു. SP എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നലെ ഒരു
മൃതദേഹം ഞങ്ങൾ കണ്ടിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ മൃതദേഹം എന്തായാലും എടുക്കും. ഇവിടുന്ന് അങ്ങോട്ട് പരമാവധി മൃതദേഹം എടുക്കാനില്ല എല്ലാ സജ്ജീകരണങ്ങളും മൂപ്പര് ചെയ്തിക്കണെന്ന പോകാനുള്ള ആക്സസും തന്നിക്കണ്. എസ് പിനോട് ഞങ്ങളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് സംസാരിച്ചിരുന്നു. പുള്ളി പറഞ്ഞ ഇതാണ്, മാക്സിമം ഇപ്പോൾ സൂചിപ്പാറ വരെ പോകാനുള്ള ഒരു സാഹചര്യം അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ആളുകൾ പോയിട്ടുണ്ട്. ഇപ്പോൾ പുള്ളി ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ് ഒരു 10 മിനിറ്റ്. ഞങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പുള്ളി സപ്പോർട്ടാണ്, 100% പൂർണ്ണ സപ്പോർട്ടാണ്. ഓക്കെ, നമുക്ക് ഭരണാധിപന്മാരും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും സഹായമുണ്ടെങ്കിൽ മാത്രമേ ഒരു ദേശത്തെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ദേശവാസികളുടെ നിർലോഭമായിട്ടുള്ള സഹകരണവും സന്നദ്ധ പ്രവർത്തനങ്ങളും നമ്മുടെ നാടിനെ കാത്തു സൂക്ഷിക്കാൻ ഇടയാകട്ടെ. ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം പകരുന്ന വിധത്തിലുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ ദൈവം മാനിച്ച് അവർക്കെല്ലാ നന്മകളും പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗുഡ്നസ് ടിവിക്ക് വേണ്ടിയിട്ട് ഡോക്ടർ ജോൺസൺ തേക്കരലച്ചൻ.